എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ക്രിസ്മസിനെ വരവേൽക്കാൻ എല്ലാ അർത്ഥത്തിലും ലോകം ഒരുക്കത്തോടുകൂടിയായിരിക്കുന്നു. ക്രിസ്മസിൻ്റെ നാളുകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പദം അല്ലെങ്കിൽ പേരാണ് ഇമ്മാനുവേൽ എന്നത്. ദൈവം നമ്മോട് കൂടെ. ദൈവവചനത്തിൽ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ തീരുമാനിക്കാൻ വലിയ പ്രയാസമാണ്. ഓരോ വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്ന വാഗ്ദത്തങ്ങൾ അഥവാ പെറുക്കിയെടുക്കുന്ന വാഗ്ദത്തങ്ങൾ ഏറ്റവും ഹൃദ്യമായിരിക്കും. ഉദാഹരണത്തിന്, ഭർത്താവിനാൽ തിരസ്കരിക്കപ്പെട്ട വേദനയാൽ നീറുന്ന ഒരു യുവതിക്ക് ഏറ്റവും അനുഭവം നന്നായി തോന്നുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 വാഗ്ദത്തമായിരിക്കും. എല്ലാ വഴികളും അടഞ്ഞ് വേദനിക്കുന്ന ഒരു വ്യക്തിക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വളരെ ധൈര്യപ്പെടുത്തുന്നതാവും. അങ്ങനെ ആശ്വാസമറ്റവർക്ക്, ഹൃദയവേദന അനുഭവിക്കുന്നവർക്ക്, ദുരിതം, സമൂഹത്തിൽ തള്ളപ്പെട്ടവർ, ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരവരുടെ അവസ്ഥകൾക്കനുസരിച്ച് ഹൃദ്യമായ സ്വീകാര്യമായ ദൈവവചനം നമുക്ക് ലഭിക്കുന്നു. ദൈവവചനത്തിലെ ഏറ്റവും ശക്തമായ വാഗ്ദത്തം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തമാണ്. കരയിലായാലും വെള്ളത്തിലായാലും ആകാശത്തായാലും ജോലി സ്ഥലത്തായാലും വീട്ടിലോ വഴിയിലോ സുഖകാലത്തിലോ ദുഃഖകാലത്തിലോ ആരോഗ്യമുള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തം അതിമനോഹരമായ ഒന്നായി നമുക്ക് സ്വീകരിക്കാം. പഴയ നിയമത്തിൽ അബ്രഹാമിനോടാണ് ദൈവം ഇത് ആദ്യമായി പറഞ്ഞത്. എങ്കിലും അനേക പഴയ നിയമ വിശുദ്ധരോട് ഇത് ആവർത്തിച്ച് ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള യഹോവയായ ദൈവം അപ്രാപ്യനെന്ന് തോന്നാം. ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയായിട്ടാണ് ദൈവത്തെ അന്ന് പലരും കണ്ടിരുന്നതും ഭയപ്പെട്ടിരുന്നതും. എൻ്റെ ദൈവമേ എന്ന് പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ളവർ ചുരുക്കമാണ്. മിക്കവരും പ്രാർത്ഥിച്ച് കാണുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവേ, അബ്രഹാമിൻ്റെ ദൈവമേ, അങ്ങനെയുള്ള സംബോധനകളോടെയായിരുന്നു. പുതിയ നിയമത്തിലാണ് ദൈവത്തെ ആദ്യമായി അപ്പ എന്ന് വിളിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ അതിൽ മക്കൾക്കുള്ള എല്ലാ അവകാശവും പദവിയും സ്വാതന്ത്ര്യവും അധികാരവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യരുടെ ഭയമകറ്റാനായി ഇമ്മാനുവേൽ എന്ന ഓമന കുമാരനെ വാഗ്ദത്തം ചെയ്തു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7 അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. 14 വാക്യത്തിൽ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥം വരുന്ന പേരാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവം തൻ്റെ പുത്രന് ഇട്ടത്. തൻ്റെ സാമീപ്യം ഉറപ്പിക്കാനായി തൻ്റെ പുത്രനെ ദൈവം അയച്ചപ്പോൾ ഈ പേരിട്ടു. ദൈവം കൂടെ ഇരിക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ ഒരു പ്രളയമാണ്. അവിടുന്ന് സകല സാഹചര്യങ്ങളെയും ഭരിക്കുന്നവനായതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടുന്ന് കരുതുന്ന ദൈവമായതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുല ചിന്ത വേണ്ട. അവിടുന്ന് എൽ ശദായി ആയതുകൊണ്ട് നമ്മുടെ പോരായ്മകൾ തനിക്ക് ഒരു പ്രശ്നമേ അല്ല. ദൈവം കൂടെ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. ദൈവം അബ്രഹാമിനെ ഏകനായി വിളിച്ചു, തൻ്റെ സാമീപ്യം വാഗ്ദത്തം ചെയ്തു. 7 അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തു. 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, നിന്നെ അനുഗ്രഹിക്കും. 3, നിന്റെ പേർ വലുതാക്കും. 4, നീ ഒരു അനുഗ്രഹമായിരിക്കും. 5, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 6, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും.
7. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം കൂടെ ഇരിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹവും കൂടി ആയിരിക്കും. എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് സ്വയം തൃപ്തി അടയാനല്ല ദൈവം നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. നാം എവിടെയും ഗുണമുള്ള ഉപ്പായും കത്തുന്ന വിളക്കായും ഒരു അനുഗ്രഹമായിട്ടിരിക്കണം. അതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിളിയും ദൈവ സാമീപ്യവുമാണ് അബ്രഹാമിന് ലഭിച്ചത്. അവസാനം ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടാണ് അവസാനിക്കുന്നത്. ഇസഹാക്കിനും ഇതേ വാഗ്ദത്തം കൊടുത്തു. അവിടെയും തൻ്റെ പിതാവിന് കൊടുത്തതുപോലെ 7 അനുഗ്രഹങ്ങളുണ്ട്. മറ്റൊന്ന്, ദൈവം കൂടെ ഇരിക്കുമ്പോൾ രൂപാന്തരം സംഭവിക്കുന്നു. ഏകനായി വനാന്തരത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഉന്നതനായ ദൈവം യാക്കോബിന് ഒരു പ്രത്യേക ദർശനം കൊടുത്തു. 7 അനുഗ്രഹങ്ങൾ അവിടെയും നൽകി. പക്ഷെ അത് ഏറ്റെടുത്ത് അവകാശമാക്കാനുള്ള പക്വത അന്ന് യാക്കോബിന് ഇല്ലാതെ പോയി. പിന്നീട് നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ദൈവം അവനെ ഉടച്ചു വാർത്ത ഇസ്രായേലാക്കി മാറ്റി. ദൈവം കൂടെ ഇരിക്കുമ്പോൾ ചതിയനായും ജീവിതത്തിൽ സമ്പത്ത് മാത്രം ലക്ഷ്യമാക്കിയവനായും ജീവിക്കാൻ പറ്റില്ല. സ്വഭാവം തന്നെ മാറ്റി ദാനങ്ങളെക്കാൾ ദാതാവിനെ മുറുകെ പിടിക്കുന്ന അനുഭവത്തിലേക്ക് എത്തും. മറ്റൊന്ന്, ദൈവം കൂടെ ഇരിക്കുമ്പോൾ വിശേഷ ജ്ഞാനം ലഭിക്കുന്നു. യോസെഫ് അനുഭവിച്ച കഷ്ടങ്ങളും ദുരിതങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളവയായിരുന്നു. കഷ്ടത കഠിനമായിരുന്നെങ്കിലും എല്ലായിടത്തും യഹോവ കൂടെ ഇരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പൊത്തിഫേറിന്റെ ഭവനത്തിലെ മാനേജരായി തൃപ്തിപ്പെട്ടിരിക്കാനല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ഉന്നത പദവിയിൽ ഇരിക്കാൻ ഒരുക്കപ്പെടുന്നതിന് മുൻപ് ദൈവത്തോടു കൂടെ ഏകനായിട്ടിരിക്കേണ്ടിയിരുന്നു. അങ്ങനെ അവന് മറ്റാർക്കുമില്ലാത്ത വിശേഷ ജ്ഞാനമുണ്ടെന്ന് ആദ്യമായി കാണുന്നവർക്ക് പോലും തെളിഞ്ഞ് കാണാമായിരുന്നു. അതുപോലെ ദാനിയേലിനെ കുറിച്ചും എഴുതിയിരിക്കുന്നത്, അവൻ അറിവും പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും ഉത്കൃഷ്ട മനസ്സുമുള്ളവനായിരുന്നു എന്നാണ്. അപ്പൊ ദൈവം നമ്മോട് കൂടെ എന്ന വാഗ്ദത്തത്തിൽ ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന അർത്ഥത്തിലല്ല. ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ ലോകം നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ സാമീപ്യം അറിയണം, അനുഭവിക്കണം. ദൈവത്തെ ഒപ്പം നിർത്താനുള്ള രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവത്തോട് കൂടെയാണ് നടക്കുന്നത് എന്ന ബോധ്യം നമ്മളെ ഭരിക്കണം. അവിടെ ദൈവം കൂടെയുണ്ട് എന്ന വാഗ്ദത്തം നമ്മെ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ കൂടുതൽ ശക്തീകരിക്കുന്നു. ആകുലതയും ഭയാശങ്കകളും പ്രയാസങ്ങളും എതിർപ്പുകളും അഴിമതിയും ഉപദ്രവങ്ങളും ചതിയും വഞ്ചനയും ഒക്കെ ഇങ്ങനെ കൊടികുത്തി വാഴുന്ന ഒരു ലോകത്ത് ദൈവം കൂടെയുണ്ട് എന്ന ധൈര്യം നമുക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ. ദൈവം കൂടെയുള്ളപ്പോൾ ഉണ്ടാകുന്ന മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് തുടർന്ന് ചിന്തിക്കാവുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ഈ ദിനങ്ങളിൽ കൂടുതൽ ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടെ ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുപ്പാൻ ഉള്ള ധൈര്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വിശേഷതയുള്ളതാക്കുന്നുവല്ലോ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ഒപ്പം നിർത്താനുള്ള കൃപ ഞങ്ങൾക്ക് പകരുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പകൽക്കാലം തുടർന്നുള്ള ദിവസങ്ങളും എല്ലാവർക്കും നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.